സ്വദേശം റാന്നി പത്തനംതിട്ട. ഇവിടെ ഞങ്ങൾ എൻ്റെ സൂര്യ കോളേജിൽ ഇതിൻ്റെ ഞങ്ങൾ ഷെയറായിട്ട് എൻ്റെ അളിയൻ എൻ്റെ വൈഫിൻ്റെ അവരുടെ 2 മക്കളുണ്ട്. സൂര്യ കോളേജ് നടക്കുന്നു, നഴ്സിംഗ് കോളേജ്. അവരും ഞങ്ങളും എല്ലാവരും കൂടെ ചേർന്നാണ് ഇത് നടത്തുന്നത്. ഞങ്ങൾക്ക് ഇതിന് ഏതാണ്ട് ഞങ്ങളൊരു 12 രൂപ മുടക്കുണ്ട് തുടങ്ങിയാൽ 12 ലക്ഷം രൂപ മുടക്കുണ്ട്. പിന്നെ ജൂലൈ 1-നാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത്. 6-7 സ്റ്റാഫ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. സാറിന് എല്ലാ റെസ്റ്റോറൻറ്റിലുമുള്ള ഫുഡ് ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ പഴയ സാധനങ്ങളൊന്നും കൊടുക്കാറില്ല, എല്ലാം പുതിയ സാധനം മാത്രം. അന്നന്ന് ഉണ്ടാക്കുന്ന സാധനം മാത്രമേ നമ്മൾ സപ്ലൈ ചെയ്യുന്നുള്ളൂ. വേറെ ഒരു സാധനം നമ്മൾ സപ്ലൈ ചെയ്യുന്നില്ല. ചേട്ടാ, അപ്പോൾ ഇവിടെ ഈ ഏരിയയിൽ വരുമ്പം കുട്ടികളാണോ കൂടുതലുണ്ടായിരുന്നത്? അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളാണ് ഒന്ന് ഭക്ഷണം കഴിക്കുന്നു. പിന്നെ ഫാമിലിക്കാരൻ ഡെലിവറി എന്നെ വിളിക്കുന്നുണ്ട്. ഫാമിലിക്കാരൻ പലയിടത്തും. ഡെലിവറി ഫ്രീ ആയിരിക്കും അല്ലെങ്കിൽ ഡെലിവറിക്ക് എന്തെങ്കിലും ചാർജ് വാങ്ങില്ല? ചാർജ് നമ്മൾ 3 കിലോമീറ്റർ, നമ്മളിന്നലെ 2 ഡെലിവറി 5.5 കിലോമീറ്റർ പോയി. നമ്മൾ അതിൻ്റെ ചാർജ് ഒന്നും മേടിച്ചില്ല, ആദ്യമായിട്ടായതുകൊണ്ട്. ഇനി അവർ വിളിക്കുകയാണെങ്കിൽ ഡെലിവറി ചാർജ് നമ്മൾ എന്തെങ്കിലും ആവശ്യപ്പെടും. ചേട്ടാ, അപ്പോൾ എന്താ പറയുക, ലാഭത്തിൻ്റെ അങ്ങനെയൊക്കെ മന്ത്ലി ഇപ്പം നമുക്ക് വലിയ ലാഭമൊന്നുമില്ല. ഞങ്ങൾ ആദ്യം 120-നാണ് 120 ബിരിയാണി. ഇപ്പം ഓണം കഴിഞ്ഞപ്പോൾ 140 ആക്കി. അങ്ങനെ ചോറിന് 60 ആയിരുന്നു, അത് 70 ആക്കി. അങ്ങനെ സ്വല്പമൊക്കെ റേറ്റ് എന്ത് ചെയ്തു കൂട്ടി. പിന്നെ രാവിലത്തെ ഭക്ഷണം ഉണ്ടോ? അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ആദ്യം തുടങ്ങിയ സമയത്ത് കുറച്ച് ഉണ്ടാക്കി വെച്ചു. ആരും കഴിക്കാനൊന്നും വരാത്തതുകൊണ്ട്, വേസ്റ്റ് ആയതുകൊണ്ട് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ നമ്മൾ ഉണ്ടാക്കുന്നില്ല. പിന്നെ ഇപ്പം എന്തെങ്കിലും ചലഞ്ചസ് നേരിടുന്നുണ്ടോ? ആൾക്കാരെ വരുന്നില്ല, അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ? ബുദ്ധിമുട്ടൊന്നും ഇല്ല. എന്നാലും നമുക്ക് ബിസിനസ് അല്ലേ, അപ്പം ബിസിനസ്സിൻ്റെ നിലയിൽ ബിസിനസ് അതിൻ്റെതായ നിലയിൽ മുന്നോട്ട് അതിനൊരു ഗ്രോത്ത് ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് ചെറിയ ഇതൊക്കെ ഉണ്ട്. എന്നാലും അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മുമ്പോട്ട് ഓടിക്കണം എന്നുള്ള ഒരു വലിയ താല്പര്യത്തിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ചേട്ടൻ നാട്ടിൽ പത്തനംതിട്ട വന്നത്, അപ്പോൾ ചേട്ടൻ ഇവിടെ വന്ന് തുടങ്ങുന്നതിൻ്റെ ഇവിടെ വന്ന് ഞങ്ങൾ ഈ ഒക്ടോബർ കഴിഞ്ഞ നവംബർ 15-നാണ് ഞാനിവിടെ വരുന്നത്. ഒരു സൂര്യക്കുളം നടത്തുന്ന ഒരു പിള്ളേരിവിടെ നേരത്തെ വന്നായിരുന്നു. ഇതൊരു PG ആയിട്ടാണ് ഞങ്ങൾ എടുത്തത്. PG ആയിട്ട് ഞാൻ വരുമ്പോൾ 4 സ്റ്റുഡൻസേ ഉള്ളൂ ഇവിടെ, 4 പേരേ ഉള്ളൂ. ഇനിയും വെക്കാനിപ്പം 29 പേരോളം സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്, മലയാളികളാണ് ഇവിടെ പഠിക്കുന്നത്. പുതിയ എടുത്തത് അങ്ങനെ ഞങ്ങൾ PG ആയിട്ടാണ് എന്ത് ചെയ്തത്, സ്റ്റാർട്ട് ചെയ്തത്. പിന്നാണ് അതിനെക്കുറിച്ച് റെസ്റ്റോറൻറ്റ് തുടങ്ങിയേക്കാമെന്ന് റെസ്റ്റോറൻറ്റ് ജൂലൈ 1-ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ PG ഉണ്ട് അല്ലെങ്കിൽ PG മൊത്തം ക്യാൻസൽ ചെയ്തിട്ട് റെസ്റ്റോറൻറ്റ്? അല്ല, PG ഉണ്ട്. PG നിലവിൽ ഉണ്ട്. PG ഉണ്ട്, റെസ്റ്റോറൻറ്റ് ഉണ്ട്. രണ്ടും കൂടെ നമ്മൾ ഒന്നിച്ച് എന്ത് ചെയ്യുക. ഏറ്റവും കൂടുതൽ മൂവ് നൈറ്റ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ആൾക്കാർ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് കൂടുതൽ വന്നിട്ട് ഇപ്പോൾ അൽഫാം പോകുന്നുണ്ട്. അൽഫാം പോകുന്നുണ്ട്, ബിരിയാണി, പിന്നെ ഫ്രൈഡ് റൈസ്, ഇതൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും പോകുന്നുണ്ട്. ഇതിലേക്ക് 5000 ഡെലിവറി എല്ലാം നടക്കും. നമ്മൾ പഴയ ഭക്ഷണം ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. അന്നൊന്നും ഉണ്ടാക്കുന്ന മാത്രം നമ്മൾ ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നില്ല. അങ്ങനെ ചെയ്യത്തുള്ളൂ. അത് മറ്റു ഹോട്ടലിലെ പോലെ പഴയതോ ചെയ്തതോ ഒന്നും നമ്മൾ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും അന്നേരം ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രമേ നമ്മൾ സപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു.